രണ്ടാം ദിവസം ഷാഡോയും പ്രൊജക്ഷനും. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഫരിസേയനും നിയമജ്ഞനും പ്രാർത്ഥിക്കാനായി ദേവാലയത്തിൽ. ഫരിസേയൻ സ്വന്തം കുറ്റങ്ങൾ അവൻ കണക്കിലെടുക്കുന്നില്ല, മറ്റുള്ളവരെ കുറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് അവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. ഈ ഉദാഹരണത്തിൽ പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ്ങിന്റെ നിരീക്ഷണം പ്രസക്തമാണ്. കാൾ യുങ്ങിന്റെ അഭിപ്രായത്തിൽ നമ്മൾ അംഗീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള തെറ്റായ സ്വഭാവങ്ങൾ, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവയുടെ ആകെ തുകയാണ് ഷാഡോ. ഇനി പ്രൊജക്ഷൻ എന്നത് നമ്മുടെ ഉള്ളിലെ തെറ്റായ വശങ്ങളെ നാം കാണാതെ പോവുകയും എന്നാൽ അതേ കാര്യങ്ങൾ മറ്റുള്ളവരിൽ ആരോപിക്കുകയും ചെയ്യുന്നതാണ്. ഫരിസേയൻ ചുങ്കക്കാരനെ വെറുക്കുമ്പോൾ യഥാർത്ഥത്തിൽ തൻ്റെ ഉള്ളിലുള്ള അപകർഷതാബോധത്തെ അല്ലെങ്കിൽ കുറ്റബോധത്തെ തന്നെയാണ് അയാൾ വെറുക്കുന്നത്. ഇവിടെയാണ് മെറ്റനോയ്യ എന്ന പദത്തിൻ്റെ പ്രസക്തി. മെറ്റനോയ്യ എന്ന വാക്കിൻ്റെ അർത്ഥം യു ടേൺ എടുക്കുക എന്നുള്ളതാണ്. ഇത് വെറും പശ്ചാത്താപം മാത്രമല്ല, ചിന്താഗതിയിലുള്ള മാറ്റമാണ്. എനിക്കും മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന തിരിച്ചറിവാണത്. വിവാഹബന്ധം വേർപിരിയുന്ന ചാൾസ് രാജകുമാരൻ്റെയും ഡയാന രാജകുമാരിയുടെയും മാധ്യമപ്പോര് ഒന്നെടുത്തു നോക്കിയാൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഡയാനയുടെ അവിഹിത ബന്ധങ്ങൾക്ക് കാരണം ചാൾസ് ആണെന്നും ചാൾസിൻ്റെ വീഴ്ചകൾക്ക് കാരണം ഡയാനയുടെ മാനസികാവസ്ഥ ആണ് എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ. രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. ബ്ലെയിം ഗെയിം. രണ്ട് ഷാഡോകൾ തമ്മിലുള്ള മത്സരമാണ് അത്. ഇന്ന് നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ഉള്ളിൽ ഇതേപോലെ ഷാഡോകൾ ഉണ്ടോ? ഇന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ്: തിരിച്ചറിയുക, ചിന്തിക്കുക, മോചിപ്പിക്കുക. എൻ്റെ മറ്റുള്ളവരെക്കുറിച്ചുള്ള ജഡ്ജ്മെൻ്റൽ സ്റ്റേറ്റ്മെൻറ്റ്, അവൾ സ്വാർത്ഥമതിയാണ്, അവൻ അഹങ്കാരിയാണ്, അവൻ പിശുക്കനാണ്, ഇങ്ങനെയുള്ള ജഡ്ജ്മെൻ്റൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമതായി ചിന്തിക്കണം, റിഫ്ലക്റ്റ് ചെയ്യണം. ഈ സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ടോ? എൻ്റെ ഉള്ളിലുള്ള സ്വഭാവത്തെ മറച്ചു പിടിക്കാനാണോ ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്? മൂന്നാമതായിട്ട് ആ വിധി തീർപ്പ് അവിടെ ഉപേക്ഷിക്കുക. മറ്റൊരാളെ താഴ്ത്തിക്കെട്ടിയിട്ട് എനിക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം അത് തെറ്റായ ആത്മവിശ്വാസമാണ്, അത് വേണ്ട എന്ന് വയ്ക്കുക. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങളും വിധിക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.